നീ അമ്മയെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാനായിട്ട് എപ്പോഴും വീട്ടിലേക്ക് പോണെന്തിനാ? ഈ സാധനങ്ങളൊക്കെ കട അടയ്ക്കുമ്പോൾ കൊണ്ടുവന്ന് കൊടുത്താൽ പോരെ? ഏട്ടനൊന്ന് വണ്ടി നിർത്തൂ. എന്തുപറ്റി? ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല ഏട്ടാ. രക്തബന്ധമില്ലാത്തവർ പോലും സഹോദരന്മാരായ നാടാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഒരേ രക്തത്തിൽ പറഞ്ഞ സ്വന്തം സഹോദരനോട് ഏട്ടൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറിയാൽ കിഴക്കേതിൽ തറവാട് ഒരു കാശ്മീരായി മാറും. യുദ്ധം നടക്കും. യുദ്ധോ? അതെ, ഏട്ടനും അനിയനും തമ്മിലുള്ള യുദ്ധം, കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിലുള്ള യുദ്ധം. കൊള്ളാം. പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നീ കയറി പോകാൻ വരട്ടെ. ഏട്ടൻ ഏടത്തിയമ്മയ്ക്ക് ഇന്നും സാരി വാങ്ങി. ഏട്ടൻ ആഴ്ചയിൽ ഏടത്തിയമ്മയെ ഇങ്ങനെ പുതിയ സാരി ഉടുപ്പിക്കുകയും എന്റെ കുടുംബജീവിതം തകർത്ത് അതിന്റെ പുറത്തുകൂടി ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്യുന്ന ഈ ബൂർഷ സ്വഭാവം അവസാനിപ്പിച്ചേ പറ്റൂ. നിനക്കറിയാലോ, സാരിയുടെ ഒരു വീക്ക്നെസ്സാ, അതുകൊണ്ട് വാങ്ങിയതാ. വാങ്ങിച്ചോളൂ. പക്ഷേ കയ്യിൽ കാശില്ലെങ്കിലും ഏട്ടനെ പോലെ ഞാനും ഒരു ഭർത്താവാ. ഏട്ടൻ സാരി കൊടുക്കുമ്പോ എന്റെ കയ്യിൽ രാധമ്മയ്ക്ക് കൊടുക്കാനുള്ളത് 4 പരിപ്പോടെയാ. അണ്ണാറക്കണ്ണനും തന്നാലായത്. അതുകൊണ്ട് പറയാ, ഇന്ന് മുതലെങ്കിലും ഏട്ടൻ രാധാമണിയുടെ മുമ്പിൽ വെച്ച് ഏടത്തമ്മയ്ക്ക് സാരി കൊടുക്കരുത്. ഞാനും ജീവിച്ചോട്ടെ. എന്നെ കേറിക്കോട്ടെ. ഇവന്റെ ഒരു കാര്യം. രാധമ്മേ, ഞാൻ പിന്നെ വന്നു. അയ്യോ, പച്ചക്കറിയും പിന്നെ പിന്നെ ഈ സാരി ഞാനൊരു കളർ പറഞ്ഞു വെച്ചിട്ട് ഇത്രയും പെട്ടെന്ന് എന്തിനാ വാങ്ങിയ? കഴിഞ്ഞ ആഴ്ച വാങ്ങിയതോലും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. കേട്ടോ രാധാമണി, സാരി ഒന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞാലും ഈ ശശിയേട്ടൻ കേക്കില്ല. അത് ശശിയേട്ടൻ നല്ല അടി കിട്ടാത്ത താമസിയായിട്ട് കിട്ടും. ഞാൻ ഇതുകൊണ്ട് അമ്മയെ കാണിക്കട്ടെ, അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. എന്റെ ഉറക്കം പോയി. ഞാൻ ഈ വീടിന് തീ കൊടുക്കും. രാധമ്മേ, അമ്മ പറഞ്ഞ സാധനങ്ങൾ മുഴുവനുണ്ട്. പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ലസാ? ആഹി, കമ്മൽ? മൂക്കുത്തിയായിരിക്കും. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ? അല്ല, പിന്നെ പരിപ്പുവട. കണാരേട്ടന്റെ കടയിലെ ചൂടുള്ള പരിപ്പുവട. എന്നേട്ടൻ സാരി വാങ്ങിച്ചാല് അന്നനിയും പരിപ്പുവട. ഞാനേ പരിപ്പുവട തീറ്റ നിർത്തി. പരിപ്പുവട ഇക്കണക്കിന് പോയാ ഇവള് പലതും നിർത്തൂലേ ഈശ്വര. രാധമ്മേ, ഹോ, ഇപ്പൊ സാരിക്കൊക്കെ എന്താ വില? ഇതിനാണെങ്കിൽ 950 രൂപയാണെന്നാ ശശിയേട്ടൻ പറഞ്ഞേ. എന്നാലും ഒരു 2000ന്റെ മതിപ്പുണ്ടല്ലേ അമ്മേ? ഓ പിന്നെ 2000 രൂപ കണ്ടിട്ടൊരു 250 രൂപയ്ക്കുണ്ട്. അത് തന്നെ ഇത്തിരി കൂടുതലാ. ഓ, അമ്മയ്ക്ക് അല്ലെങ്കിൽ ഏത് സാരി കണ്ടാലും അങ്ങനെയാ. ചോദിക്കാൻ പോയ എന്നെ വേണം പറയാൻ. ഞായറാഴ്ച ഞാനൊന്ന് കലക്കും. പുതിയ വണ്ടിയും പുതിയ സാരിയും. നാത്തുമാരൊക്കെ ഒന്ന് ഞെട്ടണം. വണ്ടി വാങ്ങിച്ചു എന്ന് വെച്ച് ആ കുന്തത്തെ കയറി നാട്ടുകാരെ നാത്തുമാരെ ഞെട്ടിക്കാൻ നിൽക്കണ്ട. പെട്രോളേ വെറുതെ കിട്ടുന്ന സാധനമല്ല. സുന്ദരേശന്റെ ആ ഓടംകൊല്ലി സൈക്കിൾ തന്നെയാ നല്ലത്. അതാവുമ്പോ കാറ്റടിക്കാൻ 10 പൈസ കൊടുത്താ മതിയല്ലോ. ഈ അമ്മയുടെ ഓരോ തമാശ. സുന്ദരേശ, രാധയ്ക്കാണെങ്കിൽ ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു സാരി പാവത്തിന് വാങ്ങിക്കൊടുക്ക്. കഷ്ടമുണ്ട്. ഏടത്തേക്ക് വല്ലാണ്ട് വിഷമാവുണ്ടെങ്കിൽ ഈ സാരി രാധാമണിക്ക് കൊടുത്തോളൂ. എനിക്ക് കുഴപ്പമില്ല. അമ്മ ഒരു തമാശ പറഞ്ഞ് നാമ വായിലേക്ക് ഇട്ടേയുള്ളൂ. അതിനിടയ്ക്ക് അടുത്ത തമാശ. ഈ വീട്ടിൽ എല്ലാരും തമാശക്കാരാ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ഏടത്തെ? പിന്നെയും തമാശ. എനിക്ക് വയ്യേ. പഠിക്കാൻ വിട്ട സമയത്ത് ഏട്ടനെ പോലെ പഠിച്ചിരുന്നെങ്കിൽ നിനക്കും ഇതുപോലെ ഭാര്യയ്ക്ക് സാരി വാങ്ങിച്ചു കൊടുക്കാറുന്നല്ലോ. എന്താടാ? അമ്മയെ കാണാൻ എന്ത് ഭംഗിയാ. എന്തു ഭംഗി അമ്മയെ കാണാൻ. അയ്യടാ, എന്നെ ആദ്യമായിട്ടല്ലേ കാണണേ. എണീറ്റ് പോടാ. സുന്ദര, ഇന്നും പരിപ്പോട തന്നെ ആണോടാ? ഇന്ന് അമ്മയ്ക്ക് വേണ്ടിട്ടാ. അതെയോ? നീ ഇങ്ങനെ സ്നേഹിക്കല്ലേ മോനെ. ഒരു പരിപ്പുവട നാണാവില്ലടാ നിനക്ക്. കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റൂ. വരട്ടെ അമ്മേ. അമ്മയ്ക്ക് വേണ്ടി വാങ്ങിട്ട് വന്നതല്ലേ, ഒന്ന് തന്നിട്ട് പോടാ. ഞാൻ മറന്നു. മറക്കും. അല്ലെങ്കിലും ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി മറവി കൂടുതലാ. അല്ല, ആരാ നീ എന്താ ഈ സമയത്ത് ഇവിടെ? അതെന്താ? അല്ല,
ചേട്ടൻ മോട്ടോർ സൈക്കിളിന് വന്നപ്പോ സാധനങ്ങള് അമ്മ പറഞ്ഞില്ലേ സാധനം എവിടെ? രാധാമണിയുടെ കയ്യില് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണക്കോ? കണക്ക് ഇപ്പൊ തരും തന്നോണ്ടിരിക്കും. പുളിയരി 26 ആവാം. ജീരകത്തിൽ എന്ത് പിടിക്കാനാ? 8 മതി. പരിപ്പ് 15 ഒതുക്കാം. അല്ലെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല. പിണ്ണാക്ക് 38. ഓ, പിണ്ണാക്കിനൊക്കെ എന്താ വില? ആവശ്യത്തിന് തലയിലുണ്ടല്ലോ, അതെടുത്ത് പശുവിന് കൊടുക്കണ നല്ലത്. അങ്ങനെങ്കിൽ ആ തല കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ. അമ്മയെ പറ്റിക്കാനുള്ള കള്ളക്കണക്കൊക്കെ എഴുതാ. നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ? ദൈവമേ, ഇനിയെങ്കിലും ഒരു പെണ്ണിനും ചൊവ്വാദോഷം വരുത്തരുതേ. എത്ര നല്ല കല്യാണാലോചനകളാ വന്നത്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥര്. സർക്കാർ ജോലിക്കാരുടെ കാര്യം നീ പറയരുത്. സർക്കാരിന് തന്നെ അവരൊരു വലിയ ജോലിയായിട്ടിരിക്കുക. എനിക്കിത് വരണം. എന്റെയും ചൊവ്വാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേൾക്കണത്. എടി നന്ദി വേണോടി, നന്ദി. ഈ കിഴക്കേതിൽ സുന്ദരേശൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും കൂമ്പടഞ്ഞ തെങ്ങ് പോലെ മൂത്ത് നരച്ച് നിന്ന് പോയനെ. അന്ന് നിന്റെ അച്ഛൻ കൃഷ്ണൻ. ഓ, ഇപ്പോഴും എന്റെ അച്ഛൻ കൃഷ്ണൻ തന്നെയാ. ആ കൃഷ്ണൻ, കാട്ടുവള്ളി കൃഷ്ണൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ചത്താലും മറക്കരുത്. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു, മോളെ രാധാമണി, സുന്ദരേശനെ പോലെ സുന്ദരനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് ഇനി കിട്ടില്ല. അയ്യടാ സുന്ദരൻ കണ്ടേച്ചാലും മതി. ആ അതെടി ബോറടിക്കും. കല്യാണം കഴിച്ച മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഭാര്യമാർക്കെല്ലാം ഭർത്താക്കന്മാരെ ബോറടിച്ചു തുടങ്ങും. എന്റെ ചേട്ടൻ ചേട്ടത്തിയമ്മയ്ക്ക് ആഴ്ചയിൽ സാരി മേടിച്ചു കൊടുക്കുന്ന പോലും ആ ബോറടി അങ്ങോട്ട് ഒഴിവാക്കാനാണ്. പിന്നെ ഒരു ആശ്വാസം, നമുക്ക് ആ ബോറടി തുടങ്ങിയിട്ടില്ലല്ലോ. ഇക്കണക്കിന് പോയാൽ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. എങ്കിൽ എന്റെ ജീവിതം ഇതുപോലൊരു സാരി തുമ്പിൽ ഞാൻ അവസാനിപ്പിക്കും. വെറുതെ ഇരിക്കുമ്പോൾ നീ ഓർത്തു. വെറുതെ പേടിച്ച ഞാൻ അതിനെ ഒറ്റയ്ക്ക് പോവോ? പോവുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടല്ലേ പോവൂ. എന്റെ മോള് ഇന്നും കൂടി ആ പരിപ്പിടെ അടുത്ത് കഴിക്കും. സുന്ദരാ, കണക്കൂട്ടി കഴിഞ്ഞില്ലേ? എന്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റിക്കൊണ്ടിരിക്കാമേ. കള്ളക്കണക്കിനായിരുന്നു പറയുന്നിട്ടാ. എന്താ എടുത്തി? ഏട്ടൻ ഇതുവരെ എത്തിയില്ലേ? ഞാൻ കാത്തിരിക്ക. അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ, പുറത്ത് ഇരുട്ടല്ലേ. അപ്പൊ സുന്ദരേഷ് അതൊന്നും കേട്ടിട്ടില്ല? ഏത്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യയെന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? തലയില് മുഖത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയിന്നാ തോന്നണേ. പാവൻ ചേട്ടൻ. ഇന്ന് പകലൊന്നും നിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. വന്നാലും കുഴപ്പം, വന്നില്ലെങ്കിലും കുഴപ്പം. അല്ല, 7:30 മണിക്ക് കട അടച്ചിട്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പള്ളിമുക്ക് വരെ ഒന്ന് പോയി. ഓ, പള്ളിമുക്കി പോയതുകൊണ്ട് കയ്യിൽ ലഡ്ഡു ആയിരിക്കും. ലഡ്ഡു ഒന്നല്ല, കടയിലേക്കുള്ള രസീതൂറ്റിയാ. അമ്മ കാണണ്ട. എന്താ രസീത്? ഞാൻ അമ്മ രസീതൂറ്റി കണ്ട അല്ല, അമ്മ കാണണ്ട. തരാനേ. അമ്മ അയ്യേ, പാവ എന്തൊക്കെയോ പറയണു. സംസാരിക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. ഫാമിലിയും കുടുംബവും ഒക്കെ താമസിക്കുന്നിടത്ത് ഇങ്ങനത്തെ പാവയായിട്ട്. ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. പെര നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകളൊന്ന് വിട്ടാ മോശമായി പോയി. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കുരുത്തക്കേട് കാണിച്ചോളും. അമ്മയുടെ ശരീരത്തിലെ മുഖത്ത് നോക്കാൻ പറ്റാണ്ടായി. ഇതിനെ ഞാൻ അയ്യോ, കളയല്ലേ. ഇതെന്തെങ്കിലും ആവശ്യം വരൂലേ? ഞാനില്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഇതായത് ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ നിനക്ക് തോന്നൂലേ ഇതിന്റെ കൂടെ കളിക്കാൻ ഒരു കുട്ടി, കുട്ടിയുടെ കുട്ടി? അയ്യടാ, കുട്ടിയുടെ കുട്ടി. എപ്പോ വേണമെങ്കിലും പൂട്ടാറായ റേഷൻ കട കൊണ്ടൊരു കൊച്ചിനെ വളർത്താന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. എന്നൊരു സ്ഥിര വരുമാനം ഉണ്ടാവുന്നോ അത് കഴിഞ്ഞിട്ടാവാം കുട്ടിയും ചട്ടിയൊക്കെ. അയ്യോ, അങ്ങനെ പറയല്ലേ, ദൈവം പുറത്തില്ലട്ടോ. അമ്മ ചേട്ടനോട് പറഞ്ഞാണോ? നമ്മുടെ കുഞ്ഞിനെ എടുത്ത് കളയല്ലേ. നീ റൊമാൻറ്റിക് അല്ലോട്ടോ.